അത് പാസ്റ്റർ നല്ലൊരു ദേവദാസിന് മാത്രമേ പാസ്റ്റർ പറയാൻ പറ്റുള്ളൂ. ഞങ്ങള് ഓരോരുത്തരും ഒന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ഒന്ന് പ്രാർത്ഥിച്ച് പോയേനെ. അവരെ ടോക്കൺ മണി പോലെ ചോദിച്ചത് 10,000 രൂപയൊക്കെയാ. ഞങ്ങൾ ആ പ്രതിസന്ധിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിടുതൽ കിട്ടണമെന്ന് പറഞ്ഞ് ഞങ്ങള് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരണമല്ലോ. പ്രശ്നങ്ങൾ നാല് ചുറ്റും ഇങ്ങനെ കടൽ പോലെ ഇരമ്പിക്കൊണ്ടിരിക്കുമ്പം ഞങ്ങള് അങ്ങനെ ഒരു പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് പറയുന്നതല്ല. അതേപോലെ തന്നെ അവിടെ പുള്ളി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി 10,000 രൂപ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാലോ, വീട്ടിൽ വരുമ്പോ അങ്ങനെ ഒന്നും ഇതായില്ല. കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി. നമ്മള് പറയുന്നത് നമ്മളാക്കി വെച്ച് സ്നാനപ്പെട്ട സഭയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നമ്മുടെ ദേവദാസനെ സംബന്ധിച്ച് അദ്ദേഹം നല്ലൊരു പാസ്റ്റർ തന്നെ. അദ്ദേഹത്തിന് ഓരോരുത്തർക്കും ഓരോ വെളിപ്പാടാണല്ലോ, വെളിപ്പെടുത്തലാണല്ലോ പാസ്റ്റർ. അതുകൊണ്ടാ ഞങ്ങളുടെ അറിയില്ലായ്മയാണോ, ഞങ്ങൾ അത്രത്തോളം വളർന്നിട്ടില്ലയോ അറിയത്തില്ല. ഞങ്ങളങ്ങനെ പിന്നെ വേറൊരാളുടെ അടുത്ത് പോയപ്പോ അതങ്ങ് കോട്ടയത്ത് പോകണം പാസ്റ്ററെ. ഇതേപോലെ തന്നെ ഞങ്ങള് അങ്ങനെയും പ്രശ്നങ്ങളിലും പൈസ ഇല്ലായ്മയിലൊക്കെ ഞങ്ങള് പോയി. പുള്ളിക്ക് ഡോക്ടർ ഫീസ് പോലെ ഒരു സിറ്റിങ്ങിന് ഒരു 10 മിനിറ്റ് അദ്ദേഹം നമ്മുടെ അടുത്ത് നമ്മളെ പറയുന്നതിന് 3,500 രൂപ. അതങ്ങനെ പുള്ളിയിൽ തന്നെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ കുറെ ആയിരങ്ങൾ പാസ്റ്റർ ഞങ്ങള് അത് കൊടുത്തു. പക്ഷെ നമ്മുടെ സഭയിലുള്ള പാസ്റ്റർ ഒരിക്കലും അങ്ങനെ അദ്ദേഹത്തിന് വെളിപ്പെടാത്ത ഒന്നും പറയത്തില്ല. അതേപോലെ പൈസയ്ക്കും അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്ത് അങ്ങനെ വാങ്ങിക്കത്തില്ല. പക്ഷെ ഇത് നമ്മുടെ സഭയൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം നമ്മളൊരു വിടുതല് പാസ്റ്റർ പറയുമ്പോൾ ഒരു വിടുതല നമുക്ക് ആവശ്യം. അത് ഇതാക്കിയിട്ട് നമ്മൾ അങ്ങനെ വിവേകമില്ലായ്മയോ ആത്മീയതയിലോ പക്വത ഇല്ലായ്മയോ അതൊക്കെ ആയിരിക്കാം നമ്മളത് ചെയ്തത്. അപ്പോഴും പിന്നെ മോൻ പറഞ്ഞു, അച്ഛാ ഇനി നമ്മളിങ്ങനെ ഒരു കാര്യത്തിലും നമുക്കിനി പോകരുത്, നമുക്കൊരു സഭയുണ്ട്, ആ സഭയിൽ നിൽക്കണമെന്ന് അങ്ങനെ മോൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല പാസ്റ്റർ. അങ്ങനെ ഇരുന്നപ്പോഴാണ് രാത്രിയിൽ ഇങ്ങനെ പാസ്റ്ററിന്റെ ഇങ്ങനെ ഒരു മെസ്സേജ് രാത്രി 11 മണിയൊക്കെ ആയപ്പോ ഞാൻ ലേറ്റായിരുന്നു എല്ലാവരും കിടക്കുന്നു. ഇങ്ങനെ നോക്കിയപ്പോഴും ഇങ്ങനെ അദ്ദേഹത്തിന് ചെയ്യുമ്പോ ആ മെസ്സേജ് ശരിക്കും ഹസ്ബൻഡിനെ ഫേസ് ചെയ്ത് തന്നെ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ കൊണ്ട് കാണിച്ചപ്പോഴാ പറഞ്ഞേ. അപ്പം അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു നമുക്കന്ന് അദ്ദേഹത്തെ പോയി ഒന്ന് കാണാന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമ്മളങ്ങനെ എല്ലാരും കൂടെ വന്നു. വിടുതൽ കിട്ടിയെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ പാസ്റ്റർ, അതെ. ഒത്തിരി